പ്രണയനിലാവ്. രചന, അവതരണം മിത്രവിന്ദ. അർച്ചനയുടെ കഴുത്തിടുക്കിലേക്ക് അവൻ മുഖം ചേർത്ത് വെച്ചതും അവൾ ശ്വാസമെടുക്കുവാൻ പോലും മറന്നു. വലങ്കൈമുട്ട് കിടക്കയിൽ കുത്തിക്കൊണ്ടവൻ തൻ്റെ മുഖമുയർത്തി. അവളുടെ കഴുത്തിടുക്കിൽ നിന്നും താഴേക്ക് ആ മുഖം ഊർന്നു വന്നതും അർച്ചന ചാടി എഴുന്നേക്കാൻ തുടങ്ങി. എന്നാൽ അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ വയറിന്മേൽ ചുറ്റിപ്പിടിച്ചു. മുഖമുയർത്തി നോക്കിയതും കണ്ടത് അവളുടെ ഇളം പിങ്ക് നിറമുള്ള അധരങ്ങളായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ അവൾ അവനെ നോക്കി. വിറകൊള്ളുന്ന അധരം നുണയാൻ അവനധികം സമയം വേണ്ടി വന്നില്ല. അവളുടെ മുഖത്തുടനീളം അവൻ മുത്തം കൊടുത്തുകൊണ്ട് അവളെ തരളതയാക്കി. ശേഷം വീണ്ടും അവളുടെ കഴുത്തിടുക്കിലോ താഴേക്ക് ആ മുഖം ഊർന്നു. ആദ്യമായി അവൻ മാറിൽ മുത്തിയതും അവൾ പിടഞ്ഞുകൊണ്ട് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കരുത്തിൽ പെണ്ണിന് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. അവളിലൂടെ ഒരു കരിനാഗം കണക്കെ അവൻ ഇഴഞ്ഞു നീങ്ങി. പലപ്പോഴും അവളിൽ നിന്നുതിർന്നു വന്ന സീൽക്കാര ശബ്ദം അവനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. അർച്ചന അവനെ വിലക്കിയെങ്കിലും അതൊന്നും കേൾക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ലവൻ. അവളെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ആഴ്ന്നിറങ്ങാൻ തുനിഞ്ഞു. പെട്ടെന്ന് അർച്ചന ഉറക്കെ കരഞ്ഞു. പേടികൊണ്ടും വേദന കൊണ്ടും അവൾ പിടഞ്ഞുപോയി. അവൻ്റെ നേർക്ക് കൈ കൂപ്പിക്കൊണ്ട് അവൾ കരഞ്ഞു. അവളുടെ നഗ്നമേനയിൽ നിന്നും കിഷോർ മെല്ലെ എഴുന്നേറ്റു. അർച്ചനയുടെ കണ്ണുനീർ കണ്ടതും അവനാകെ സങ്കടമായി. സോറി, റിയലി സോറി പറഞ്ഞുകൊണ്ടവൻ പുതപ്പെടുത്ത് അവളുടെ കഴുത്തറ്റം വരെ മൂടി. എന്നിട്ട് അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു. അപ്പോഴേക്കും അർച്ചനയ്ക്ക് സങ്കടമായി. വേദന സഹിച്ചാണെങ്കിൽ പോലും അവനിലെ പുരുഷനെ തൃപ്തനാക്കാൻ അവൾ ശ്രമിച്ചു. അവളുടെ കൈ അവൻ്റെ ശരീരത്തിൽ ഉഴറിയതും കിഷോർ വേണ്ടെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു. വേദനയൊക്കെ പോട്ടെ, എന്നിട്ട് മെല്ലെ മതി. അവൻ അവളെ നോക്കി. കുഴപ്പമില്ല, വേദന കുറവുണ്ട് കിച്ചേട്ടാ. പോട്ടെ, പയ്യെ മതി, താൻ ഉറങ്ങിക്കോ. അവളുടെ നഗ്നമേനിയെ വാരിപ്പുണർന്ന് അവനും കിടന്നു. ഒപ്പം മിഴികൾ അടച്ചു. കിച്ചുവേട്ടന് സങ്കടമായോന്ന് അർച്ചന ഓർത്തു. ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഒരു ഡോക്ടറാണെങ്കിൽ കൂടി ആകെക്കൂടി പേടിയും വെപ്രാളവും ഒക്കെ. അതുകൊണ്ടാണ് കരഞ്ഞു പോയത്. സഹിക്കാവുന്ന വേദന ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എന്തൊക്കെയോ ഒരു ഭയം അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ അർച്ചനയ്ക്ക് ശരിക്കും സങ്കടം വന്നു. ഡാ, ഉറങ്ങിക്കോ, എനിക്കിത്തിരി ആക്രാന്തം കൂടിപ്പോയി, സോറി. കിഷോർ മെല്ലെ അവളുടെ തോളിൽ തട്ടി പറഞ്ഞു. രാവിലെ ഇത്തിരി ലേറ്റായിട്ടാണ് അർച്ചനയും കിഷോറും എഴുന്നേറ്റത്. തലേ ദിവസത്തെ ക്ഷീണം കാരണം രണ്ടാളും നന്നായിട്ട് ഉറങ്ങിപ്പോയി. രാവിലെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം അർച്ചന താഴേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്തു. കിഷോർ എടുത്ത് നോക്കിയപ്പോൾ അർച്ചനയുടെ വീട്ടിൽ നിന്നുമാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് അവരോടൊക്കെ സംസാരിച്ചു. ശേഷം അർച്ചനയെ ഉറക്കെ വിളിച്ചു. വീട്ടിൽ നിന്നാണ്, അച്ഛന. അർച്ചന റൂമിലേക്ക് കയറി വന്നതും അവൻ ഫോൺ അവളുടെ നേർക്ക് നീട്ടി. നിറഞ്ഞ സന്തോഷത്തോടെ അർച്ചന വീട്ടുകാരോടൊക്കെ സംസാരിച്ചു. ഫോട്ടോഗ്രാഫർ 1-2 ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതൊക്കെ അവളുടെ ഫോണിലേക്കും സെൻഡ് ചെയ്തിരുന്നു. അത് നോക്കുവാനായാണ് അർച്ചന വാട്സപ്പ് ഓണാക്കിയത്. അപ്പോഴാണ് ഒരുപാട് മെസ്സേജസ് വന്ന് കിടക്കുന്നത് അവൾ കാണുന്നത്. ഡോക്ടർ ഡയാന പറഞ്ഞ വാക്കുകൾ അർച്ചന ഓർത്തതും ആ നേരത്താണ്. അവർ അയച്ച ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കി. കിഷോർ ഏതോ ഒരു സുന്ദരി പെൺകുട്ടിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ഫോട്ടോ. അല്പവസ്ത്രധാരിയായ പെൺകുട്ടിയും കിഷോറും ഒരുമിച്ച് കിടക്കുകയാണ്. ഹാഫ് സൈസ് ഫോട്ടോയാണിത്. അത് കണ്ടതും അർച്ചനയ്ക്ക് തല കറങ്ങിപ്പോയി. അവളുടെ കയ്യിലിരുന്ന് ആ ഫോൺ വല്ലാണ്ട് വിറകൊണ്ടു. കിഷോർ യാതൊന്നും അർച്ചനയോട് മറച്ചു വെച്ചില്ല. നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അവൻ പറഞ്ഞു. വിവാഹത്തിന് മുന്നേ പറ്റിയ ഒരു തെറ്റ്, ആ തെറ്റിൻ്റെ ആഴം എത്രത്തോളം ആണെന്നുള്ളത് അറിയാമായിരുന്നു. അനുപമയെ വിവാഹം കഴിക്കുവാൻ എനിക്ക് സമ്മതവുമായിരുന്നു. ഇക്കാര്യം പറഞ്ഞ് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നതാ. പക്ഷേ അനുപമയ്ക്ക് ലണ്ടനിലുള്ള ഒരു പയ്യൻ്റെ ആലോചന വന്നു. അതുകൊണ്ട് അവൾ
ആ വിവാഹത്തിന് സമ്മതം മൂളുകയായിരുന്നു. ഇപ്പോഴവൾ വിദേശത്തെവിടെയോ ആണ്. ഏതാണ് സ്ഥലമെന്ന് എനിക്ക് നിശ്ചയമില്ല. അർച്ചനയോട് ഇക്കാര്യം തുറന്നു പറയാൻ ഞാൻ പലതവണ ഓർത്തതാ. പക്ഷെ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ താൻ എന്നെ വിട്ടു പോകുമെന്ന് ഭയന്നു. അതുകൊണ്ട് മാത്രമാണ് എല്ലാം മറച്ചു വെച്ചത്. വിവാഹത്തിന് മുൻപ് ഞാൻ മറ്റൊരാളായിരുന്നു. പക്ഷെ അർച്ചനയെ കണ്ട നാൾ മുതൽ, നമ്മളുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ മുതൽ ഞാൻ യാതൊരു തരത്തിലും തന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് താൻ എന്നെ വിശ്വസിക്കണം. അവൻ അർച്ചനയുടെ മുൻപിൽ കൈകൂപ്പി നിന്ന് പറയുകയാണ്. കിഷോർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഒരു ജീവസ്ചവം കണക്കെ നിൽക്കുകയാണ് അർച്ചന. യാതൊരു മറുപടിയും അവനോട് പറയാൻ ആ പെൺകുട്ടിയുടെ കയ്യിലില്ലായിരുന്നു. അർച്ചന നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അർച്ചന ഒന്നും മിണ്ടാതെ നിന്നതും കിഷോർ അവളുടെ തോളിൽ കൈവച്ചു. തനിക്കെന്നോട് ക്ഷമിച്ചോടെ? എൻ്റെ ഭാഗത്തു നിന്നും ഇനിയൊരു തെറ്റും ഉണ്ടാവില്ല. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നതാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിയും സഹിക്കാനാവാത്ത കാര്യമാണ്, എനിക്കറിയാം. എന്നാലും ഞാൻ തന്നോട് അപേക്ഷിക്കുകയാണ്, പ്ലീസ്. കിഷോർ വീണ്ടും പറഞ്ഞപ്പോൾ അർച്ചന അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത്ര വലിയൊരു തെറ്റ് ചെയ്തത് കൊണ്ടാവുമല്ലേ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളൊക്കെ നീക്കിയത്? അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ കിഷോറിന് മനസ്സിലായില്ല. എൻ്റെ അച്ഛനെ രക്ഷിച്ചത് ഈ ഒരു കാരണത്താലാവും. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ കാര്യം അറിഞ്ഞെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് തടി തപ്പാലോ. നിങ്ങൾ വളരെ ജീനിയസാണ്. കൊള്ളാം, എല്ലാം വളരെ നന്നായിരിക്കുന്നു. അർച്ചന, ഞാൻ പറഞ്ഞല്ലോ, സോറി. അവൻ പിന്നെയും എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും അർച്ചന കൈയെടുത്ത് വിലക്കി. എനിക്കെൻ്റെ വീട്ടുകാരോട് സംസാരിക്കണം. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോവാണ്. ഇനി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവുള്ളൂ. നിങ്ങളോടെല്ലാം ക്ഷമിച്ച് ഒരു ഭാരത സ്ത്രീയെപ്പോലെ നിൽക്കാൻ എന്നെ കിട്ടില്ല. നാളെ ഒരിക്കൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ കാണണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ അറിയണം. അതുകൊണ്ട് എനിക്കെൻ്റെ വീട് വരെ പോകണം. അർച്ചന ബോൾഡായിട്ട് തന്നെ കിഷോറിനെ നോക്കി പറഞ്ഞു. ഒക്കെ തൻ്റെ ഇഷ്ടം, ഞാനായിട്ട് ഒരിക്കലും എതിര് പറയില്ല. എപ്പോഴാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് പോകാം. അതും പറഞ്ഞ് കിഷോർ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയത്ത് അർച്ചനയുടെ ഫ്രണ്ടായ ഡോക്ടർ ഡയാന അവളെ കോൾ ചെയ്തു. ഹലോ ഡോക്ടർ. അർച്ചന, താൻ ബിസിയാണോ? അല്ല ഡോക്ടർ, പറയൂ. അത് പിന്നെ അർച്ചന, താനൊരു ട്രാപ്പിലാണ് പെട്ടത്. തൻ്റെ ഹസ്ബൻഡ് കിഷോർ അയാളൊരു ഫ്രോഡാണ്. എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് അയാൾ വർഷങ്ങളോളം കണക്ഷൻ ഉണ്ടായിരുന്നു. ഡയാന ഒരു വലിയ കുറിപ്പ് തന്നെയാണ് അവളെ വായിച്ചു കേൾപ്പിച്ചത്. എല്ലാം കേട്ട് സംയമനത്തോടെ പാവം അർച്ചന നിന്നു. ഒടുവിൽ അവൾ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു ഡയാനയുടെ വായടപ്പിച്ചു. ഡോക്ടർ, എനിക്ക് കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. വിവാഹത്തിന് മുൻപ് കിഷോറേട്ടൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. എല്ലാം കേട്ടുകഴിഞ്ഞ് എൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അർച്ചന, താൻ താൻ നല്ലൊരു പെൺകുട്ടിയല്ലായിരുന്നോ? എന്തിനാണ് ഇങ്ങനെ ജീവിതം സാക്രിഫൈസ് ചെയ്തത്? വിവാഹത്തിന് മുൻപ് ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ലല്ലോ ഡോക്ടർ. അദ്ദേഹം എന്നോടെല്ലാം തുറന്നു പറയാൻ ഒരു മനസ്സ് കാണിച്ചു. ആ മനസ്സാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഹാപ്പിയായിട്ട് തന്നെയാണ് ജീവിതം തുടങ്ങിയത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാൻ എനിക്ക് സത്യത്തിൽ നേരമില്ല. അതുകൊണ്ടാണ്. എനിവേ, ഡോക്ടർ എന്നോടിത് പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അർച്ചന ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. എന്നിട്ട് അവിടെ കിടന്ന കസേരയിലിരുന്നു. കരച്ചിൽ വരുന്നുണ്ട്. മനസ്സാകെ കൈവിട്ടുപോയ അവസ്ഥ. എങ്കിലും ആത്മസംയമനത്തോടെ നിൽക്കാൻ അവൾ തീരുമാനിച്ചു. ആദി, ഇന്ന് നേരത്തെ വരണേ. വഴിവെക്കിലൊന്നും ആരോടും സംസാരിച്ചു നിന്ന് നേരം കളയരുത്. ഇടയ്ക്ക് പ്രിയയുടെ മെസ്സേജ് വന്നതും ആദ്യം എടുത്ത് നോക്കുകയാണ്. എന്താടി, എന്താ വിശേഷം? പെട്ടെന്ന് അവൻ അവൾക്ക് റിപ്ലൈ ഇട്ടു. ഇവിടെ വന്നിട്ട് പറയാം. അതെന്താ? അവന് പിന്നെയും സംശയം. ടൗൺ വരെ പോകണം, ചെറിയൊരാവശ്യമുണ്ട്. എന്തിന്? ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്.
അമ്മയ്ക്കൊരു സാരി വാങ്ങിക്കൊടുക്കണം. മണിക്കുട്ടിയെ ഞാൻ വിളിച്ചതാ. ധനേഷിൻ്റെ അമ്മാവനും അമ്മായിയൊക്കെ വരുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് അസൗകര്യം. എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ പായസം വെക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മാത്രം. അതുകൊണ്ട് എനിക്കൊരു മടി. പിന്നെ ഞാൻ കരുതി അമ്മയ്ക്കൊരു സാരി വാങ്ങണം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പൊറോട്ടയും ബീഫും തട്ടുകടയിൽ നിന്ന് മേടിക്കണം. അങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ. ആദിയുടെ അഭിപ്രായം എന്താണ്? പ്രിയയുടെ മെസ്സേജ് വായിച്ചതും സത്യത്തിൽ ആദിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഇന്നോളം അമ്മ ഒരു പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. വിവാഹശേഷം എന്നും പ്രാരാബ്ദങ്ങൾ മാത്രമായിരുന്നു അമ്മയ്ക്ക്. തനിക്കൊരു 10 വയസ്സുവരെ അമ്മ പിറന്നാളിന് പായസം വെച്ച് തരുമായിരുന്നു. നെല്ല് കുത്തിയ പച്ചരി കൊണ്ട് ശർക്കരയും പാലുമൊക്കെ ചേർത്ത് ഒരു പായസം. അതിൻ്റെ രുചിയും മണവുമൊക്കെ ഒന്ന് വേറെയാണ്. അമ്മയുടെ സ്നേഹം ചേർത്തുണ്ടാക്കിയത് കൊണ്ടാവും അതിനൊക്കെ രുചി ഇത്ര കൂടുതൽ. താൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതിൽ പിന്നെ വീട്ടിലെല്ലാവരും വയറു നിറച്ച് പോലും ആഹാരം കഴിക്കുന്നത്. മണിക്കുട്ടിയും ദിവ്യയും ആദ്യമായി ബിരിയാണി വയറു നിറയെ കഴിച്ചത് താൻ ടിപ്പറോട്ടം പോയതിൽ പിന്നെയാണ്. എല്ലാം ഓർത്തുകൊണ്ട് ആദി ഇത്തിരി നേരം ആ മെസ്സേജ് നോക്കിയിരുന്നു. ആദി, നീ പോയോ? പ്രിയ പിന്നെയും അയക്കുന്നുണ്ട്. തൻ്റെ അമ്മയെയും സഹോദരിമാരെയും ഒക്കെ പ്രിയ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ആദിക്കറിയാം. എല്ലാം നോക്കി ചെയ്യാൻ അവൾക്കൊരു പ്രത്യേക കഴിവുമുണ്ടെന്ന് അവൻ കാണാറുണ്ട്. ഇതിപ്പോൾ അമ്മയുടെ പിറന്നാൾ അവൾ ഓർത്തു വെച്ചത് അവൻ ഒരുപാട് സന്തോഷമായി. ഡി, നീ റെഡിയായി നിന്നു, ഞാൻ നേരത്തെ വരാം. ആദ്യം പെട്ടെന്ന് റിപ്ലൈ കൊടുത്തു. അമ്മയ്ക്കറിയില്ല കേട്ടോ, ഞാനേ കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത്. എങ്കിൽ ശരി, വരുമ്പോൾ കാണാം. നിന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ കവളിൽ ഒരു കടിയുമ്മ തന്നേക്കുന്നു പറഞ്ഞുകൊണ്ട് അവൾ എന്തൊക്കെയോ കുറിച്ച് സ്മൈലികളും അയക്കുന്നുണ്ട്. അത് വായിച്ചവന് ചിരി വന്നു. ഇങ്ങനൊരു പെണ്ണ്, ഇതിനെ എനിക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാണ്. തുടരും.